നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷയിന്മേൽ വാദം തുടങ്ങി. ശിക്ഷാവിധി ഇന്നു തന്നെ ഉണ്ടായേക്കും. 12 മണിക്ക് ശേഷമാകും ശിക്ഷ. കേസ് അവസാനമായിരിക്കും പരിഗണിക്കുക. പൾസർ സുനി കേസിലെ 1-ാം പ്രതി പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കുക. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി സറണ്ടർ ചെയ്ത പാസ്പോർട്ട് ആവശ്യപ്പെട്ട അതേസമയം നടൻ ദിലീപും അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. അതിജീവിതയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് അഡ്വക്കേറ്റ് TB മിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുമ്പോൾ തനിക്കും ഭീഷണിയുണ്ടെന്നും മിനി പറയുന്നു. വിവരങ്ങളുമായി ജിജേഷ് കരുണാകരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ജിജേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് അവസാനമായി ഈ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് ഈ പ്രതികൾക്ക് കോടതിയിൽ തങ്ങളുടെ ഭാഗം പറയാൻ ഒരു അവസരം കോടതി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസാന നിമിഷം എന്തായിരിക്കും ഈ 6 പ്രതികളും കോടതിയെ ബോധിപ്പിക്കുക? അച്യുതി, ഈ പ്രതികൾ സാധാരണഗതിയിൽ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അതായത് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ മാതാപിതാക്കളോ അത്തരത്തിൽ തങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്ന ആളുകളോ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കാണ്, അതുകൊണ്ടുകൂടി ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന പൊതുവായ ഒരു കാര്യം തന്നെ ആയിരിക്കും ഈ കോടതിയിലും അവതരിപ്പിക്കുക. ഒപ്പം തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട വാദങ്ങൾ അവിടെ നടക്കുമെന്നത് ഉറപ്പാണ്. അതിശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് തന്നെയായിരിക്കും ഇന്ന് കോടതി മുറി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണം എന്നും അതിന് ശക്തമായ തെളിവുകൾ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുവെന്ന കാര്യം പ്രോസിക്യൂഷൻ വാദിക്കും. കാരണം ഈ പ്രതികൾക്ക് നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്, കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃത്യമെന്ന് പറയുന്നത് അത് ആദ്യത്തേതല്ല, മറിച്ച് മുമ്പും സമാനമായ കാര്യങ്ങളിലെല്ലാം തന്നെ വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികൾക്ക് പരമാവധി ശിക്ഷ, ജീവപര്യന്തം കഠിന തടവ് അടക്കമുള്ള ശിക്ഷകൾ തന്നെ നൽകണമെന്ന കാര്യം തന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉയർത്തുന്ന കാര്യമെന്ന് പറയുന്നത്. എന്നാൽ പ്രതിഭാഗം ഉയർത്തുന്നത് ഇതിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഒഴികെയുള്ള ആളുകൾ, അവർക്ക് എങ്ങനെയാണ് ബലാത്സംഗ കുറ്റം നിലനിൽക്കുക, അത്തരം തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പൾസർ സുനിക്കെതിരെ മാത്രമാണ് ബലാത്സംഗ കുറ്റം നിലനിൽക്കുക എന്ന സാഹചര്യത്തിൽ മറ്റ് ആളുകളെ കൂടി സമാനമായ ശിക്ഷാവിധിയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും പ്രതിഭാഗത്തിൻ്റെ ശക്തമായ വാദങ്ങളും ഉണ്ടാകുന്നത്. ഏറ്റവും കുറഞ്ഞത് 20 വർഷം വരെ കഠിന തടവ്, ജീവപര്യന്തം തടവ്, പിഴ ശിക്ഷകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഗുരുതര കുറ്റങ്ങളാണ്. പൾസർ സുനി 7 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ മറ്റു പ്രതികളിൽ പലരും 6.5 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം വർഷം ജയിലിൽ തുടർന്നതുകൂടി പരിഗണിച്ചും പ്രതികളുടെ പ്രായം അടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കണമെന്നും കുറഞ്ഞ ശിക്ഷ മാത്രമാണ് തങ്ങളുടെ പ്രതികൾക്ക് നൽകാവൂ എന്ന കാര്യമായിരിക്കും പ്രതിഭാഗം പ്രത്യേകമായി തന്നെയാണ് അഭിഭാഷകർ ആ വാദങ്ങൾ ഉയർത്തുക. അവർ പ്രധാനമായും ഉയർത്താൻ പോകുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾപ്പെടുത്തി തന്നെ ഉള്ള കാര്യമായിരിക്കും. തീർച്ചയായും അത് തന്നെയാണ് ജിജേഷ്. എന്തായാലും ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. 12 മണിക്ക് ശേഷം അവസാന കേസായി കോടതി ഇത് പരിഗണിക്കും. ഉടൻ തന്നെ 6 പ്രതികൾക്കുമുള്ള ശിക്ഷാവിധി കോടതി പ്രഖ്യാപിക്കും.